ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തൊഴിലാളികളുടെ രാജകുമാരൻ, പ്രിൻസ് ഓഫ് വർക്കേഴ്സ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഫൗണ്ടഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഓൺ 1905. ഗോപാലകൃഷ്ണ ഗോഖലെ ഫൗണ്ടഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഓൺ 1905. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ ഈസ് നോൺ ആസ് മഹാരാഷ്ട്ര സോക്രട്ടീസ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഈസ് നോൺ ആസ് മഹാരാഷ്ട്ര സോക്രട്ടീസ്. ഹി ഓൾസോ നോൺ ആസ് ജുവൽ ഓഫ് മഹാരാഷ്ട്ര. ജുവൽ ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ രത്നം എന്നറിയപ്പെടുന്നു. ആര് തന്നെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗാന്ധിജി. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗാന്ധിജി. ആൻസർ എന്താണ്? പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗാന്ധിജി. ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ. ഏതാണ്? നേഷൻ. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച ദിനപത്രം ഏതാണ്? നേഷൻ എന്ന പത്രം ആരംഭിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പറഞ്ഞു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാർ പൊളിറ്റിക്കൽ ടീച്ചർ ആരാണ്? MG റാനഡെ. MG റാനഡെയാണ്. MG റാനഡെ എന്ന് പറയുമ്പോഴേ MG റാനഡെ ഇന്ത്യൻ സോക്രട്ടറീസ് എന്നറിയപ്പെടുന്ന ആരാണ്? MG റാനഡെ. MG റാനഡെ ഈസ് നോൺ ആസ് ഇന്ത്യൻ സോക്രട്ടറീസ്. MG റാനഡെ. അതുപോലെ MG റാനഡെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഏതാണ് ബുക്ക്? റൈസ് ഓഫ് മറാത്ത പവർ. ദ റൈസ് ഓഫ് മറാത്ത പവർ വാസ് റിട്ടൺ ബൈ MG റാനഡെ. റൈസ് ഓഫ് മറാത്ത പവർ എന്ന പുസ്തകം ആരുടെയാണ്? MG റാനഡെയുടെയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ MG റാനഡെ. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ MG റാനഡെ. അതായത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? MG റാനഡെയാണ്. MG റാനഡെയാണ്. നമ്മൾ MG റാനഡെയെ കുറിച്ച് പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ആ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക, പറയുന്നതൊക്കെ കേട്ടുപഠിക്കുക. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുകയും കേട്ടുപഠിക്കുകയും ചെയ്യുക കേട്ടോ. അതുപോലെ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. മറാത്ത കേസരി എന്ന പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചതാരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ മറാത്ത ആൻഡ് കേസരി. അതുപോലെ ബാലഗംഗാധര തിലകൻ മറ്റൊരു പേര് ലോകമാന്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ ഈസ് നോൺ ആസ് ലോകമാന്യൻ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണേശോത്സവവും സംഘടിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ് കേട്ടോ. ബാലഗംഗാധര തിലകൻ ഓർഗനൈസ്ഡ് ശിവജി ഫെസ്റ്റിവൽ ആൻഡ് ഗണേശ് ഫെസ്റ്റിവൽ അറ്റ് മഹാരാഷ്ട്ര. ഗണേശോത്സവവും ശിവജി ഉത്സവവും മഹാരാഷ്ട്രയിൽ സംഘടിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ എന്താണ്? നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഒരു വ്യക്തിയെ വീഡിയോ കാണാനായിട്ട് നിർബന്ധിക്കുക. വീഡിയോ കാണുന്നവരൊക്കെ കാണുക. ഞാൻ എത്ര തിരക്കാണെങ്കിലും ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
ഒരു വീഡിയോ പെർ ഡേ. അത് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ ഒക്കെ വീഡിയോ ചെയ്യുകയുള്ളായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് നിർദ്ദേശപ്രകാരമാണ് ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഓരോ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഒരു 10-20 ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30 ക്വസ്റ്റിനകത്താണ് ഓരോ വീഡിയോയിലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ചില വീഡിയോയിലൊക്കെ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവരൊക്കെ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് എന്തുണ്ടാവും, ആ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ നമ്മൾ നാളെ വേറൊരു ടോപ്പിക്സുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം നിർത്തുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണാം.